മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിൽ പ്രദേശവാസികൾ ആശങ്കയിൽ. പഴയ മൂന്നാർ കണ്ണൻ ദേവൻ ക്ലബിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പുലിയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചു. കൂടുവെച്ച് പിടികൂടുവാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:45 മൂന്നാർ ടൗണിന് മുൻപ് പഴയ മൂന്നാറിൽ കണ്ണൻദേവൻ ക്ലബിന് സമീപത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രദേശത്തെ ചെളി നിറഞ്ഞ സ്ഥലങ്ങളിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. വനം വകുപ്പിന്റെ RRT സംഘത്തിന്റെ പരിശോധനയിൽ പുലിയുടെ കാൽപാദങ്ങളാണ് ഇവയെന്ന് ഉറപ്പിച്ചു. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ എത്രയും വേഗം കൂട് സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. 6:45 ഈ പുലി ഭാഗത്ത് വന്നത്. അപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് R&D സംഘങ്ങളെല്ലാം വന്ന് അതൊക്കെ എല്ലാം കണ്ടുപോയതാണ്. പുലിയുടെ കാലത്ത് കണ്ടത്. അത് ഇതിന് വരെ നടപടിക്കായിട്ടില്ല. നാളെ സ്കൂൾ തുറക്കാൻ പോവുക. സ്കൂൾ തുറക്കുമ്പോൾ ഈ വെളിയിലെ മേഖലയിൽ സ്കൂൾ പിള്ളേരും തോട്ടം തൊഴിലാളികളും പോകുന്ന മേഖലയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനെ പുലിയെ കൂടുവെച്ച് പിടിക്കാനുള്ള സംവിധാനം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ട് തൊഴിലാളികൾ അണിനിരത്തി ഒരു സമരത്തിൻ്റെ പാതയ്ക്ക് പോകേണ്ടി വരും. ഫോറസ്റ്റ് അതുകൊണ്ട് ഗൗരവമായിട്ട് എടുക്കണം ഇത് മേഖല. കാരണം ദൈവത്തെ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു നടപടിക്കായിട്ടില്ല. മൂന്നാർ ടൗൺ പരിസരങ്ങളിലും സമീപ ഇടങ്ങളിലും വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. വന്യജീവികൾ നാട്ടിൽ ഇറങ്ങുന്നത് തടയാൻ നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മുൻ MLA AK മണി പറഞ്ഞു. നൈമക്കാട്ടിൽ ചെന്ന് അവിടെ കെട്ടിയിരുന്ന പശുക്കൾ കെട്ടിയിരുന്ന സ്ഥലത്ത് കൂടി ഷെഡിൽ കൂടി ഇടിച്ച് തകർത്ത് അകത്ത് പോയി 7 പശുക്കളെ അടിച്ചു തന്നു. അങ്ങനെ 1-2 മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇതുപോലെ പുലികൾ ഇറങ്ങി വന്ന് അവിടെ കന്നുകാലികളെ അടിച്ച് തിന്നുകയാണ് ഇപ്പം മൂന്നാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളിവിടെ ജന്മം കൊണ്ട് 4 തലമുറകളാണ്. ഇതും വരെ അങ്ങനെ ഒരു പുലി ഉണ്ടായതായ എൻ്റെ അനുഭവത്തിലില്ല. ഒരാഴ്ച മുമ്പ് മൂന്നാർ മാട്ടുപ്പെട്ടി R&T എസ്റ്റേറ്റിൽ 3 കടുവകളുടെ സാന്നിധ്യം ഒരേ സമയം ഉണ്ടായതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഓട്ടോ ഡ്രൈവർ രവിയുടെ വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തു നായയെ കടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മൂന്നാറിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.